BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സ്വർണ്ണപ്പാളി വിവാദം പ്രതിഷേധം കടുപ്പിക്കുവാൻ പ്രതിപക്ഷം, സമരം പ്രഖ്യാപിച്ച UDFും BJPയും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുവാൻ പ്രതിപക്ഷം, കോൺഗ്രസിന് പുറമെ UDFും സമരമുഖത്തേക്ക്. ചെങ്ങന്നൂരിൽ നിന്നും പന്തളത്തേക്ക് UDF പദയാത്ര സംഘടിപ്പിക്കും. കോൺഗ്രസിന്റെ മേഖലാ ജാഥകൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും. UDF പദയാത്ര വൈകുന്നേരത്തെ UDF യോഗത്തിൽ തീരുമാനമാകും. BJPയും വിഷയത്തിൽ സമരം പ്രഖ്യാപിച്ചു. ശബരിമലയെ തകർക്കുവാൻ ശ്രമിച്ച അതേ ശക്തികളാണ് മോഷണത്തിന് പിന്നിലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കുറ്റപ്പെടുത്തി. നാളെ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തും. 9, 10 തീയതികളിൽ എല്ലാ ജില്ലാ ആസ്ഥാനത്തും മാർച്ച് നടത്തും. തുടർന്ന് പഞ്ചായത്ത് തല സമരം നടത്തും. സെക്രട്ടേറിയറ്റിന് മുൻപിൽ പിന്നീട് സമരകേന്ദ്രമാക്കുമെന്ന് MT രമേശ് പറഞ്ഞു. സമരം ഏറ്റെടുക്കുവാൻ BJP ഒട്ടും താമസിച്ചിട്ടില്ലെന്നും ദിവസങ്ങളായി തങ്ങൾ സമരരംഗത്താണെന്നും MT രമേശ് പറഞ്ഞു. BJP ഒറ്റയ്ക്കായിരിക്കും സമരം മുന്നോട്ട് കൊണ്ടുപോവുക. ശബരിമലയിൽ തങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നും പക്ഷേ ശബരിമലയെ കൊള്ളയടിക്കുവാൻ BJP ആരെയും അനുവദിക്കില്ലെന്നും MT രമേശ് വ്യക്തമാക്കി. വിഷയത്തിൽ കോൺഗ്രസ് നേരത്തെ സമരം പ്രഖ്യാപിച്ചിരുന്നു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധം ശക്തമാക്കുവാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി 4 മേഖലാ ജാഥകൾ നടത്തുവാനാണ് തീരുമാനം. പന്തളത്ത് ജാഥകളും മഹാസമ്മേളനവും സംഘടിപ്പിക്കും. ചുമ മരുന്ന് കഴിച്ചുള്ള മരണം മധ്യപ്രദേശിൽ 2 സിറപ്പുകൾ കൂടി നിരോധിച്ചു. ചുമ മരുന്ന് കഴിച്ചുള്ള മരണങ്ങൾക്ക് പിന്നാലെ മധ്യപ്രദേശിൽ 2 സിറപ്പുകൾ കൂടി നിരോധിച്ചു. റീലൈഫ്, റെസ്പിഫ്രഷ് എന്നീ സിറപ്പുകളാണ് നിരോധിച്ചത്. 2 സിറപ്പുകളിലും ഉയർന്ന അളവിൽ ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തി. മധ്യപ്രദേശിലെ ഡ്രഗ് കൺട്രോളറെ മാറ്റി. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 19 കുട്ടികൾക്കാണ് ഇതുവരെ മരണം സംഭവിച്ചത്. ചുമ മരുന്നായ കോൾഡ്രീഫ് കഫ് സിറപ്പിന് പിന്നാലെ റീലൈഫ്, റെസ്പിഫ്രഷ് സിറപ്പുകൾക്ക് കൂടി മധ്യപ്രദേശ് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. പരിശോധനയിൽ ഈ 2 മരുന്നുകളിലും ഉയർന്ന അളവിൽ ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തി. ഗുജറാത്തിലായിരുന്നു കഫ് സിറപ്പുകളുടെ നിർമ്മാണം. ഡ്രഗ് കൺട്രോളർ ദിനേശ് കുമാർ മൌര്യയെ മധ്യപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ലബോറട്ടറികളോട് മരുന്നുകളുടെ സാമ്പിളുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശം നൽകി. ചുമ മരുന്ന് കഴിച്ച് മരണങ്ങൾ സംഭവിച്ചതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. ഒപ്പമുണ്ടാകും എന്നും കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വീഡിയോ കോൾ ചെയ്ത് വിജയ്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ച് തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ്. സംഭവിക്കുവാൻ പാടില്ലാത്ത ദുരന്തമാണെന്നും എന്നും ഒപ്പമുണ്ടാകുമെന്നും കുടുംബങ്ങൾക്ക് വിജയ് ഉറപ്പു നൽകി. ദുരന്തമുണ്ടായി 10ാം ദിവസമാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി വിജയ് സംസാരിച്ചത്. ഇന്നലെ രാത്രിയോടെ ദുരന്തത്തിൽ മരിച്ച 20ലധികം പേരുടെ കുടുംബവുമായി വിജയ് വീഡിയോ കോളിലൂടെ സംസാരിച്ചു. 15 മിനിറ്റിലധികം ഓരോരുത്തരോടും സംസാരിച്ചതായാണ് വിവരം. തനിക്ക് വലിയ ദുഃഖമുണ്ടെന്നും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ് ഉണ്ടായതെന്നും വിജയ് പറഞ്ഞു. എന്നും കുടുംബങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും വിജയ് ഉറപ്പു നൽകി. വീഡിയോ കോളിന്റെ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് വിജയ് ആവശ്യപ്പെട്ടതായാണ് സൂചന. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ പനയൂരിലെ പാർട്ടി ഓഫീസിലെത്തിച്ച് നഷ്ടപരിഹാരം നൽകുവാനുള്ള ശ്രമമാണ് TVK നടത്തുന്നത്. അതിനിടെ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള BJP നേതാവ് ഉമ ആനന്ദന്റെ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. കാട്ടാന ശല്യത്തിന് പരിഹാരമുണ്ടാകാതെ പോസ്റ്റ്മോർട്ടം അനുവദിക്കില്ല, അട്ടപ്പാടിയിൽ വൻ പ്രതിഷേധം. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തെ തുടർന്നുണ്ടായ മരണത്തിൽ വൻ പ്രതിഷേധം. ഇന്നലെ ശാന്തകുമാർ എന്നയാൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 5 മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ മേഖലയിൽ 4 പേരാണ് മരിച്ചത്. ഇന്നലെയാണ് തേക്കുവട്ട സ്വദേശി ശാന്തകുമാർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. താവളം മുള്ളി റോഡിലാണ് സംഭവം. ശാന്തകുമാർ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. കാട്ടാന റോഡിൽ നിൽക്കുന്നത് ഇദ്ദേഹം കണ്ടിരുന്നില്ല. ശാന്തകുമാറിനെ വണ്ടിയടക്കമാണ് ചവിട്ടുകയായിരുന്നു. വീഴ്ചയിൽ വാരിയെല്ല് പൊട്ടുകയും കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇയാളെ മണ്ണാർക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കുവാനായില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് കൈമാറിയത് ചെമ്പുപാളി. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായി മുരാരി ബാബു.
സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായെന്ന് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു. ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് കൈമാറിയത് ചെമ്പ് പാളിയാണ്. ചെമ്പ് തെളിഞ്ഞതുകൊണ്ടാണ് പാളി സ്വർണം പൂശുവാൻ കൊണ്ടുപോയതെന്ന് മുരാരി ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ താൻ ചുമതലയിലില്ല. ഫ്രോഡ് ഇടപാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർ ജോലികൾ ഏൽപ്പിക്കില്ലായിരുന്നുവെന്ന് മുരാരി ബാബു പറയുന്നു. വിവരങ്ങൾ പുറത്തുവരുന്നത് ഇപ്പോൾ മാത്രമാണ്. അഡ്മിനിസ്ട്രേറ്ററുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കാനാകില്ല. പഴയ കഥകൾ ഉൾപ്പെടെ ഉള്ളവ ശബരിമലയിൽ തന്നെയുണ്ടെന്നും മുരാരി ബാബു വ്യക്തമാക്കി. വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ സ്വർണ്ണപ്പാളിയല്ല അത്. തിരുവാഭരണ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണം പൂശേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ വന്ന് പരിശോധിച്ച ശേഷമാണ് 2019 ഇളക്കിയെടുത്തുകൊണ്ടു പോകുന്നതെന്നും മുരാരി ബാബു പറഞ്ഞു. 2019 സ്വർണം പൂശിയപ്പോൾ 40 വർഷത്തെ വാറണ്ടി കമ്പനി നൽകിയിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ റിപ്പോർട്ടിലാണ് ഇത്തവണ വീണ്ടും ചെയ്തു തരാമെന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുവാനും കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. ഇത് താൻ റിപ്പോർട്ട് ചെയ്തെങ്കിലും ദേവസ്വം ബോർഡ് നിരാകരിക്കുകയും ചെയ്തെന്നും മുരാരി ബാബു പറയുന്നു. പി.കെ. മാമുക്കോയയുടെ നിര്യാണത്തിൽ ദമ്മാം OICC അനുശോചിച്ചു. ദീർഘകാലം കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറുമായും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റുമായും പ്രവർത്തിച്ച പി.കെ. മാമുക്കോയയുടെ നിര്യാണത്തിൽ ദമ്മാം OICC അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും പ്രവർത്തകരുമായും അദ്ദേഹത്തിന് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആത്മാർത്ഥമായ ഹൃദയത്തിലേറ്റിയ കോൺഗ്രസുകാരനായിരുന്നു മാമുക്കോയ. തന്റെ പ്രവർത്തന മേഖലയിൽ മുഴുവൻ സമയവും സമർപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം. OICC ഈസ്റ്റേൺ പ്രൊവിൻസ് വൈസ് പ്രസിഡന്റായ മകൾ ഷിജില ഹമീദിനെയും മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായ മരുമകൻ ഹമീദ് മക്കാശ്ശേരിയെയും സന്ദർശിക്കുവാനായി സൌദിയിൽ വന്ന സമയത്ത് അദ്ദേഹം അന്നത്തെ മുഴുവൻ സംഘടനാ പരിപാടികളിലും പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം ദമാമിൽ നേടിയെടുത്ത സൌഹൃദ ബന്ധങ്ങൾ മരണപ്പെടുന്നതിന് മുൻപ് വരെ കാത്തുസൂക്ഷിച്ചിരുന്നതായി സൌദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല, ഈസ്റ്റേൺ പ്രൊവിൻസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ സലീം, ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം, ട്രഷറർ പ്രമോദ് പൂപ്പാല എന്നിവർ അനുസ്മരിച്ചു. അഭിമാന നിമിഷം. തമീന ഫാത്തിമ ഇന്ത്യൻ ഫുട്ബോൾ വനിതാ ടീമിലേക്ക്. കേരള ഫുട്ബോളിന് അഭിമാന നിമിഷം. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ AFC അണ്ടർ-17 ഇന്ത്യൻ വനിതാ ടീമിലേക്ക് തമീന ഫാത്തിമയെ തിരഞ്ഞെടുത്തു. എറണാകുളം കറുകപ്പള്ളി സ്വദേശിനിയാണ് തമീന ഫാത്തിമ. ഗോവയിൽ നടന്ന സെലക്ഷൻ ട്രയലിലാണ് കേരളത്തിൽ നിന്നുള്ള ഏക താരത്തെ തിരഞ്ഞെടുത്തത്. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തമീനയും സംഘവും തിങ്കളാഴ്ച മുംബൈയിൽ നിന്നും തിരിക്കും. ഒക്ടോബർ 13 കിർഗിസ്ഥാനുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ലോർഡ്സ് FA കൊച്ചി ക്ലബിലൂടെയായിരുന്നു തമീന ഫാത്തിമ വളർന്നു വന്നത്. ലോർഡ്സ് ക്ലബിന്റെ ഉടമ ഡെറിക് ഡെക്കോത്ത് ആണ് തമീനയുടെ പ്രതിഭ ചെറുപ്പകാലത്തെ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എറണാകുളം ജില്ലാ ടീമിലും കേരള ടീമിനും വേണ്ടി നിരവധി മത്സരങ്ങൾ കാഴ്ചവെച്ച് വിജയങ്ങൾ കൈവരിച്ച് നാടിനും കേരളത്തിനും അഭിമാനമായ താരമായി മാറാൻ ഒരുങ്ങുകയാണ് തമീന ഫാത്തിമ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.